50 വർഷം നീണ്ട തീരാപക, രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം, കരുണാനിധിയും MGRും തമ്മിൽ തുടങ്ങിയ, പിന്നീട് ജയലളിതയും സ്റ്റാലിനും ഏറ്റെടുത്ത ആ ചരിത്രപരമായ വൈര്യം അവസാനിക്കാൻ പോവുകയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ദ്രാവിഡ പാർട്ടികൾ തുടച്ചു നീക്കപ്പെടുകയാണോ? ഈ ഭയം അവരെ ഒന്നിപ്പിക്കുകയാണോ? ഒറ്റ പേര്, ദളപതി വിജയ്. തമിഴ് സിനിമാ ലോകത്തെ അനിഷേധ്യ രാജാവ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ ചെന്നൈയിലെ അറിവാളയത്തിലും DMKയുടെ ആസ്ഥാനത്തിലും ADMK ക്യാമ്പുകളിലും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വിജയ് തടസ്സമാകുമെന്ന് കണ്ടാൽ കടുത്ത ശത്രുവായ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി പുറത്തു നിന്നും പിന്തുണയ്ക്കാൻ പോലും DMK ഇന്ന് തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത്? എന്താണ് തമിഴകത്ത് സംഭവിക്കാനിരിക്കുന്നത്? വിജയുടെ തന്ത്രങ്ങളെല്ലാം പാളുകയാണോ? ദ്രാവിഡ കക്ഷികൾ തമ്മിലുള്ള ഈ രഹസ്യധാരണയ്ക്ക് പിന്നിലെ കളി അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്താണ്? വിജയുടെ തമിഴക വെട്രി കഴകം എങ്ങനെയാണ് തമിഴ്നാടിന്റെ വിധി മാറ്റാൻ പോകുന്നത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ട്വിസ്റ്റിന്റെ 360 ഡിഗ്രി വിശകലനത്തിലേക്ക് നമുക്ക് നേരെ പോകാം. തമിഴ് രാഷ്ട്രീയത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1972 ഒന്ന് പോകണം. DMKയുടെ നട്ടലായിരുന്ന MGRനെ കരുണാനിധി പുറത്താക്കിയ വർഷം. അന്ന് കരുണാനിധി കരുതിയിരുന്നത് MGR വെറും ഒരു നടൻ മാത്രമാണെന്നാണ്. എന്നാൽ 1977 MGR ADMK രൂപീകരിച്ച് അധികാരത്തിൽ വന്നപ്പോൾ കരുണാനിധിക്ക് പിണഞ്ഞത് ചരിത്രപരമായ തെറ്റായിരുന്നു. പിന്നീട് MGR മരിക്കുന്നത് വരെ കരുണാനിധിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ഉദയനിധി സ്റ്റാലിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന DMK നേതൃത്വം ഭയക്കുന്നത് ഇതേ ചരിത്രത്തെ തന്നെയാണ്. വിജയ് എന്നത് മറ്റൊരു MGR ആകുമോ? ഉദയനിധിയുടെ കിരീടധാരണത്തിന് വിജയ് തടസ്സമാകുമോ? ഈ ഭയമാണ് DMKയും ADMKയും ഒരുമിപ്പിക്കാനായി പ്രേരിപ്പിക്കുന്നത്. എന്തായാലും തമിഴ് ജനത മണ്ടന്മാരല്ല. അവർ ഒരുക്കിയ വിധിയെ മറികടക്കാനായി ഇവർക്ക് സാധിക്കുമോ? വിജയ് തന്റെ വിക്രവാണ്ടി സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെറുമൊരു സിനിമാ ഡയലോഗുകൾ മാത്രമായിരുന്നില്ല. അദ്ദേഹം നേരിട്ട് ആക്രമിച്ചത് DMKയുടെ കുടുംബ രാഷ്ട്രീയത്തെ തന്നെയാണ്. ഒരു കുടുംബം തമിഴ്നാടിനെ കൊള്ളയടിക്കുന്നു എന്ന വിജയുടെ പ്രസ്താവന സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരം തന്നെയായിരുന്നു. ആ പ്രഹരത്തിന്റെ ഫലമാണ് നമുക്കിപ്പോൾ സ്റ്റാലിന്റെ മണ്ഡലത്തിലെ ഒരു വിധിയിൽ കാണാനായത്. ഒരു MLA സ്ഥാനം പോലും ഇല്ലാതെ നിരത്തിലേക്ക് വിജയ് മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ സമൂഹനീതി എന്ന നയം BJPയെയും DMKയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയുമാണ്. BJPയെ പ്രത്യയശാസ്ത്രപരമായും DMKയെ അഴിമതിയുടെ പേരിലും വിജയ് എതിർക്കുകയാണ്. ഇത് തമിഴ്നാട്ടിലെ നിഷ്പക്ഷരായ വോട്ടർമാരെയും യുവാക്കളെയും ആവേശം കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ 108 സീറ്റുകളുമായി അദ്ദേഹം മുന്നിട്ട് നിന്നത്. ഈ വോട്ടുകൾ ചോരുന്നത് തമിഴ്നാട് ഭരിക്കുന്ന DMKയുടെയും പ്രധാന പ്രതിപക്ഷമായ ADMKയുടെയും പെട്ടിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് DMK പളനിസ്വാമിയെ പിന്തുണയ്ക്കാനായി ആലോചിക്കുന്നത്? ഇതൊരു വിചിത്രമായ ചോദ്യമായി തോന്നിയേക്കാം. എന്നാൽ ഇതിന് പിന്നിൽ കൃത്യമായ ചില തന്ത്രങ്ങളുമുണ്ട്. ഒന്നാമത്, ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ. നിലവിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ചില അതൃപ്തികളൊക്കെ ഉണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വോട്ടുകൾ ഭിന്നിച്ച് വിജയ് മുന്നിലെത്തിയേക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. പക്ഷേ ചിന്തിച്ച ഒരു പേടി അത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് തടയാൻ ADMKയുമായി ഒരു അപ്രഖ്യാപിത ധാരണയുണ്ടാക്കുക. അതുകൊണ്ടാണ് ഇന്ന് തമിഴ്നാട് വിറങ്ങലിച്ചു നിൽക്കുന്നത്. അതുപോലെ വിജയ് ഒരു മൂന്നാം ശക്തിയായി വളരുന്നത് തടയാൻ ദ്രാവിഡ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുക. ഇപ്പോൾ അദ്ദേഹം 108 സീറ്റുകളുമായി മുന്നിട്ട് നിൽക്കുന്നു. BJPയെയും വിജയെയും ഒരേ തട്ടിൽ നിർത്തി പുറത്തു നിന്നുള്ളവർ എന്ന് മുദ്ര കുത്തുക എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എടപ്പാടിക്ക് മുഖ്യമന്ത്രി പദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ എടപ്പാടി പളനിസ്വാമിക്ക് അധികാരം തിരിച്ചു പിടിക്കണമെന്ന വാശിയുണ്ട്. DMK പിന്തുണയോടെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ ഉദയനിധിക്ക് അടുത്ത 5 വർഷം കൊണ്ട് തന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്താം. അങ്ങനെ ശക്തിപ്പെടുത്തിയെടുത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമെന്നാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു സേഫ് ഗെയിം തന്നെയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന യുദ്ധം ഉദയനിധിയും വിജയും തമ്മിലുള്ളതാണ്. സിനിമയിൽ വിജയുടെ പടങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയ റെഡ് ജയന്റ് മൂവീസ് എന്ന ഉദയനിധിയുടെ കമ്പനിയും വിജയും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇവർ ബദ്ധശത്രുക്കളുമാണ്.
ഉദയനിധിക്ക് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ആയിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് നിയമസഭാ ഫലം വന്നത്. എന്നാൽ വിജയുടെ ജനപ്രീതിക്ക് മുന്നിൽ ഉദയനിധിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സംശയം കലൈഞ്ജരുടെ കുടുംബത്തിനുമുണ്ട്. അത് സത്യമാണ്, അത് തെളിയിക്കുന്നതാണ് ഈ ഫലം. വിജയുടെ ഓരോ നീക്കത്തെയും DMK സോഷ്യൽ മീഡിയ വിംഗ് നിശിതമായി വിമർശിക്കുന്നത് ഈ ഭയത്തിന്റെ പ്രതിഫലനവുമാണ്. തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് വിജയുടെ വരവൊരു തിരിച്ചടിയാണോ അതോ അവസരമാണോ? എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫലവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. വിജയ് വന്നതോടെ BJPയിലേക്ക് പോകാനിരുന്ന പല ഹിന്ദുത്വ വിരുദ്ധ വോട്ടുകളും വിജയുടെ പാർട്ടിയിലേക്ക് തിരിഞ്ഞിട്ടുമുണ്ട്. അതേസമയം വിജയും BJPയും ചേർന്നാൽ ദ്രാവിഡ രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിക്കുമെന്നൊരു ഭയമാണ് ഇപ്പോൾ തമിഴ് ജനതയ്ക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിച്ചത്. അതും പാളി. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ദ്രവീഡിയൻ ഐക്യം എന്ന പേരിൽ DMKയും ADMKയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് വോട്ട് വീതം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയാം. വിജയ് 108 സീറ്റുകളോടെ അദ്ദേഹം മുന്നിട്ട് നിന്നു. കോൺഗ്രസ് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അങ്ങനെ DMK സഖ്യത്തിൽ വിള്ളൽ വീണു. നിലവിൽ അതുകൊണ്ട് തന്നെയാണ് ADMKയും DMKയും ഒരുമിക്കാനായി പദ്ധതിയിടുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ജനവിധി അട്ടിമറച്ചുകൊണ്ടുള്ള നീക്കം എന്ന തരത്തിൽ വിജയ് ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുകയും ചെയ്യും. വിജയുടെ സകല MLAമാരും രാജിവെച്ച് പുതിയ ഇലക്ഷന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യും. DMKയെ പിന്തുണയ്ക്കുന്ന ഫോർമുല പ്രസക്തമാകുന്നത് അത് ഇങ്ങനെയാണ്. വിജയെ അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റി നിർത്താൻ ദ്രാവിഡ കക്ഷികൾ ഏതറ്റം വരെയും പോകുമെന്ന സാഹചര്യത്തിലാണ്. വിജയുടെ സിനിമകൾ കാണാൻ തടിച്ചുകൂടുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ അത് സംഭവിച്ചു. കമൽഹാസന്റെയും രജനികാന്തിന്റെയും അവരെല്ലാം പരാജയപ്പെട്ടിടത്ത് വിജയ് വിജയിച്ചു നിൽക്കുകയാണ്. അതും അത്യുഗ്രൻ വിജയം. അതിനെ മറികടക്കാൻ ഇനി ഇവർക്ക് സാധിക്കില്ല. വിജയുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഗൃഹപാഠം ചെയ്താണ് ഈ നിലയിലെത്തിയത്. തന്റെ ഫാൻസ് ക്ലബ്ബുകളെ രാഷ്ട്രീയ കേഡറുകളാക്കി മാറ്റിയതിൽ അദ്ദേഹം വിജയിച്ചു. വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടന വഴി അദ്ദേഹം താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളും വോട്ടായി മാറി. നിങ്ങൾ ഓർക്കണം, വെറും 2 വർഷം മുമ്പ് രൂപീകരിച്ചൊരു പാർട്ടി, അതും അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ദ്രാവിഡ പാരമ്പര്യം അവകാശപ്പെടുന്ന DMKയും ADMKയും, മറുവശത്ത് മാറ്റത്തിന്റെ വാഗ്ദാനവുമായി ദളപതി വിജയും. വിജയ് എന്ന വ്യക്തിയോടുള്ള ഭയമാണോ അതോ ദ്രാവിഡ രാഷ്ട്രീയം തകരുമെന്ന പേടിയാണോ അതുമല്ലെങ്കിൽ അധികാര കൊതിയാണോ ഇവരെ, അതായത് ഈ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നത്? ഉദയനിധി സ്റ്റാലിന്റെ ഭാവി സുരക്ഷിതമാക്കാനായി സ്റ്റാലിൻ എടുക്കുന്ന തീരുമാനങ്ങൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റി എഴുതും. അതായത് ഇങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ DMKയും ADMKയും ഒരുമിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് സ്റ്റാലിന്റെ അവസാനത്തെ ഒരു പ്ലാൻ ആയിരിക്കും. അതിന് തീർച്ചയായും തമിഴ് ജനത തിരിച്ചടിച്ചിരിക്കും. ദ്രാവിഡ ചാണക്യന്മാർ വിജയി തളയ്ക്കും എന്നത് വെറും സ്വപ്നമാണ്. എന്തായാലും തമിഴ് മണ്ണിൽ പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ട്വിസ്റ്റുകളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ഇത്രത്തോളം സംഭവിച്ചു കഴിഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. വിജയ് മുഖ്യമന്ത്രി ആകണോ അതോ ദ്രാവിഡ കക്ഷികൾ തന്നെ ഭരിക്കണോ? കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വിജയുടെ ഈ മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ആ ചോദ്യചിഹ്നത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും മടിക്കാതെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഉടൻ വരും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.